നമ്മുടെ തലകളെ നമുക്ക് വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, നിന്നെ വാത്സല്യപുത്രനായ യേശുവിലൂടെ ശിഷ്യ സമൂഹത്തെ നിന്നോടുകൂടെ ഇരിക്കുവാൻ, നിന്റെ വചനം പ്രഘോഷിക്കുവാൻ, നിന്റെ സുവിശേഷം പങ്കുവയ്ക്കുവാൻ നീ തെരഞ്ഞെടുത്തുവല്ലോ. നിന്റെ പുത്രനായ യേശുവിലൂടെ ഞങ്ങളെയും നീ പേര് ചൊല്ലി വിളിച്ചതുകൊണ്ട് നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളെ വിളിച്ചവനായ യേശുവിന്റെ വിശ്വസ്തതയ്ക്കൊത്ത വിധം ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ നിന്റെ വിലയേറിയ കൃപ അടിയങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ശിഷ്യത്വം ദൈവനിയോഗമാണെന്ന് തിരിച്ചറിയാനും ഞങ്ങളുടെ ജീവിതത്തിലൂടെ അതിനെ പ്രാവർത്തികമാക്കാനും നിന്റെ പരിശുദ്ധാത്മാശക്തി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ. നിന്റെ ശിഷ്യ സമൂഹമായി നിന്നെ പ്രഘോഷിക്കുവാൻ, നിന്നെ സാക്ഷിക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തിലൂടെ അതിനെ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവായ ദൈവമേ, നിന്റെ കരങ്ങളിലേക്ക് ഈ ആരാധനയെയും ഇതിൽ സംബന്ധിക്കുന്ന സകലരെയും സമർപ്പിക്കുന്നു. ഞങ്ങൾ എവിടെയായിരുന്നാലും ഈ ആരാധന സംബന്ധിക്കുന്ന സമയത്ത് നിന്റെ കൃപ ഞങ്ങൾക്ക് മേൽ പകരണമേ. നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ വിലപ്പെടുത്തുന്നു, താഴ്ത്തി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവും ഏകരക്ഷകനുമായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന്റെ സ്തുതിക്കും പുകഴ്ചയ്ക്കുമായി നമുക്കെല്ലാവർക്കും ചേർന്ന് ക്രിസ്തീയ ഗീതങ്ങളിൽ നിന്നും 328 ഗീതം ചേർന്ന് പാടാം. ഗീതം 328. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. In
ആരാധനയ്ക്കും സ്തുതികൾക്കും യോഗ്യനായ നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. കർത്താവേ, ഞങ്ങളുടെ ധരങ്ങളെ തുറക്കണമേ. എന്നാൽ ഞങ്ങളുടെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദിയെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. സ്തുതികൾക്ക് യോഗ്യനായ നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുക്കുവാനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുക്കുവാനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമുക്ക് നമ്മുടെ തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുൻപാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലുപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിനും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ.
വാത്സല്യവുമുള്ള പ്രിയപ്പെട്ടവരെ, അനുദപിച്ച് പ്രാർത്ഥിക്കുവാൻ വചനം നമ്മോട് ആവശ്യപ്പെടുന്നു. അനുതാപ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവിധം വിശ്വസ്തനും നീതിമാനും ആകുന്നു. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല. പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. മുട്ടുകളെ നമുക്ക് മടങ്ങാം. കാരുണ്യവാനായ ദൈവത്തിന് മുമ്പാകെ നമ്മുടെ കുറവുകളെ കുറിച്ച് ഓർത്ത് അനുദപിച്ച് പ്രാർത്ഥിക്കാം. സകല ഹൃദയങ്ങളെയും അറിയുന്നവന്റെ മുൻപാകെ വിനയപ്പെടാം. ന്യായാധിപനായ ദൈവത്തിന്റെ സന്നിധിയിൽ കുറവുകളെ കുറിച്ച് ഓർത്ത് പശ്ചാത്തപിച്ച് പ്രാർത്ഥിക്കാം. യഥാർത്ഥമായി അനുദപിക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തെ കാണുന്ന കർത്താവ് അവന്റെ പാപങ്ങളെ ക്ഷമിക്കുന്നു. പാപങ്ങൾ ക്ഷമിച്ചു കിട്ടുവാൻ, ലംഘനങ്ങൾ മറച്ചു കിട്ടുവാൻ വിനയഹൃദയത്തോടെ അനുതാപ പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നാലാമത്തെ പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള സർവശക്തനായ ദൈവമേ, വിചാരത്തിലും വാക്കിലും ക്രിയയിലുമുള്ള ഞങ്ങളുടെ കഠിന കുറ്റം നിമിത്തം ഞങ്ങൾ നിന്നോട് പാപം ചെയ്തിരിക്കുന്നുവെന്ന് തിരുമുൻപാകെ ഏറ്റുപറയുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, ഞങ്ങളോട് കരുണയുണ്ടായി ഞങ്ങളുടെ സകല പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിച്ച് സകല ദോഷത്തെ ഞങ്ങളെ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നിത്യജീവങ്ങളിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്താനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ആമേൻ. ദൈവത്തിന്റെ തിരുവചന ശുശ്രൂഷയ്ക്കായി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. കർത്താവിനെ സ്തുതിക്കുവിൻ. കർത്താവിന്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. കർത്താവിൽ പ്രിയമുള്ളവർ, ഇപ്പോൾ നമുക്ക് ഇന്നത്തേക്കുള്ള തിരുവചന വേദപാഠ ഭാഗങ്ങൾ വായിച്ച് കേൾക്കാവുന്നതാണ്. இன்றைய ஆசீர்வாதத்திற்காக வாசிப்பதற்காக கொடுக்கப்பட்டுள்ள 1வது திருமறை பகுதி 2 ராஜாக்களின் புஸ்தகம் 2வது அதிகாரம் 1 முதல் 15 வரையான வேத வசனங்கள். 2 ராஜாக்களின் புஸ்தகம் 2வது அதிகாரம் 1 முதல் 15 வரையான வேத வசனங்களை வாசிக்க கேட்போமாக. கர்த்தர் எலியாவை சுழல் காற்றினாலே பரலோகத்திற்கு எடுத்துக்கொள்ள போகிற போது எலியா எலிசாவோடு கூட கில்காலிலிருந்து புறப்பட்டு போனான். எலியா எலிசாவை நோக்கி, நீ இங்கே இரு, கர்த்தர் என்னை பெத்தேல் மட்டும் போக அனுப்புகிறார் என்றான். அதற்கு எலிசா, நான் உம்மை விடுகிறதில்லை என்று கர்த்தரின் ஜீவனையும் உம்முடைய ஜீவனையும் கொண்டு சொல்லுகிறேன் என்றான். அப்படியே இருவரும் பெத்தேலுக்கு போனார்கள். அப்பொழுது பெத்தேலில் இருந்த தீர்க்கதரிசிகளின் புத்திரர் எலிசாவினிடத்தில் வந்து, இன்றைக்கு கர்த்தர் உனக்கு தலைமையாயிருக்கிற உன் எஜமானை உன்னை விட்டு எடுத்துக்கொள்வார் என்பது உனக்கு தெரியுமா என்றார்கள். அதற்கு அவன், எனக்கு தெரியும், சும்மா இருங்கள் என்றான். பின்பு எலியா அவனை நோக்கி,
எலிசாவே, நீ இங்கே இரு, கர்த்தர் என்னை எரிகோ மட்டும் போக அனுப்புகிறார் என்றான். அதற்கு அவன், நான் உம்மை விடுகிறதில்லை என்று கர்த்தருடைய ஜீவனையும் உம்முடைய ஜீவனையும் கொண்டு சொல்லுகிறேன் என்றான். அப்படி அவர்கள் எரிகோவுக்கு வந்தார்கள். எரிகோவிலிருந்து தீர்க்கதரிசிகளின் புத்திரர் எலிசாவினிடத்தில் வந்து, இன்றைக்கு கர்த்தர் உனக்கு தலைமையாயிருக்கிற உன் எஜமானை உன்னை விட்டு எடுத்துக்கொள்வார் என்பது உனக்கு தெரியுமா என்று அவனை கேட்டார்கள். அதற்கு அவன், எனக்கு தெரியும், சும்மா இருங்கள் என்றான். பின்பு எலியா அவனை நோக்கி, நீ இங்கே இரு, கர்த்தர் என்னை யோர்தானுக்கு அனுப்புகிறார் என்றான். அதற்கு அவன், நான் உம்மை விடுகிறதில்லை என்று கர்த்தருடைய ஜீவனையும் உம்முடைய ஜீவனையும் கொண்டு சொல்லுகிறேன் என்றான். அப்படியே இருவரும் போனார்கள். தீர்க்கதரிசிகளின் புத்திரரில் 50 பேர் போய் தூரத்திலே பார்த்து கொண்டு நின்றார்கள். அவர்கள் இருவரும் யோர்தான் கரையிலே நின்றார்கள். அப்பொழுது எலியா தன் சால்வை எடுத்து முறுக்கி தண்ணீரை அடித்தான். அது இருபக்கமாய் பிரிந்து அவர்கள் இருவரும் உலர்ந்த தரை வழியாய் அக்கறைக்கு போனார்கள். அவர்கள் அக்கறைப்பட்ட பின்பு எலியா எலிசாவை நோக்கி, நான் உன்னை விட்டு எடுத்துக்கொள்ளப்படும் முன்னே நான் உனக்கு செய்ய வேண்டியது என்ன கேள் என்றான். அதற்கு எலிசா, உம்மிடத்தில் உள்ள ஆவியின் வரம் எனக்கு இரட்டிப்பாய் கிடைக்கும்படி வேண்டுகிறேன் என்றான். அதற்கு அவன், அரிதான காரியத்தை கேட்டாய். உன்னை விட்டு நான் எடுத்துக்கொள்ளப்படுகையில் என்னை நீ கண்டால் உனக்கு கிடைக்கும், இல்லாவிட்டால் கிடையாது என்றான். அவர்கள் பேசிக்கொண்டு நடந்து போகையில், இதோ அக்னி ரதமும் அக்னி குதிரைகளும் அவர்கள் நடுவாக வந்து இருவரையும் பிரித்து எலியா சுழல் காற்றினாலே பரலோகத்திற்கு ஏறிப்போனான். அதை எலிசா கண்டு, என் தகப்பனே, என் தகப்பனே, இஸ்ரவேலுக்கு ரதமும் குதிரை வீரருமாயிருந்தவரே என்று புலம்பினான். அவனை அப்புறம் காணாமல் தன் வஸ்திரத்தை பிடித்து 2 துண்டாக கிழித்தான். பின்பு அவன் எலியாவின் மேலிருந்து கீழே விழுந்த சால்வை எடுத்து திரும்பி போய் யோர்தானின் கரையிலே நின்று எலியாவின் மேலிருந்து கீழே விழுந்த சால்வையை பிடித்து, எலியாவின் தேவனாகிய கர்த்தர் எங்கே என்று சொல்லி தண்ணீரை அடித்தான். தண்ணீரை அடித்தவுடனே அது இருபக்கமாய் பிரிந்ததால் எலிசா இக்கரைப்பட்டான். எரிகோவில் பார்த்து கொண்டு நின்ற தீர்க்கதரிசிகளின் புத்திரர் அவனை கண்டவுடனே, எலியாவின் ஆவி எலிசாவின் மேல் இறங்கியிருக்கிறது என்று சொல்லி அவனுக்கு எதிர்கொண்டு போய் தரை மட்டும் குனிந்து அவனை வணங்கினார்கள். இன்றைக்கு வாசிக்க கொடுத்த வேத பகுதி வாசித்து முடிந்தாயிற்று. தேவனே, உமக்கு மகிமையும் புகழ்ச்சியும் உண்டாவதாக. ഈ വിശുദ്ധ ആരാധനയിലേക്കുള്ള പ്രത്യേക സങ്കീർത്തനം 119 സങ്കീർത്തനം 33 മുതൽ 48 വരെയുള്ള തിരുവചനം നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. സങ്കീർത്തനം 119 33 മുതൽ 48 വരെയുള്ള തിരുവചനം. യഹോവേ, നിന്റെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിക്കണമേ. ഞാൻ അതിനെ അവസാനത്തോളം പ്രമാണിക്കും. ഞാൻ നിന്റെ ന്യായപ്രമാണം കാക്കേണ്ടതിനും അതിനെ പൂർണ്ണ ഹൃദയത്തോടെ പ്രമാണിക്കേണ്ടതിനും എനിക്ക് ബുദ്ധി നൽകണമേ. നിന്റെ കൽപ്പനകളുടെ പാതയിൽ എന്നെ നടത്തണമേ. ഞാനതിൽ ഇഷ്ടപ്പെടുന്നുവല്ലോ. ദുരാദായത്തിലേക്കല്ല, നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തന്നെ എന്റെ ഹൃദയം ചായ്മാറാക്കണമേ. വ്യാജത്തെ നോക്കാതെ വണ്ണം എന്റെ കണ്ണുകളെ തിരിച്ച് നിന്റെ വഴികളിൽ എന്നെ ജീവിപ്പിക്കണമേ. നിന്നോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായ നിന്റെ വചനത്തെ അടിയന് നിവർത്തിക്കണമേ. ഞാൻ പേടിക്കുന്ന നിന്നെ അകറ്റിക്കളയണമേ. നിന്റെ വിധികൾ നല്ലവയല്ലോ. ഇതാ, ഞാൻ നിന്റെ പ്രമാണങ്ങളെ വാഞ്ചിക്കുന്നു. നിന്റെ നീതിയാൽ എന്നെ ജീവിപ്പിക്കണമേ. യഹോവേ, നിന്റെ വചനപ്രകാരം നിന്റെ ദയയും നിന്റെ രക്ഷയും എന്നിലേക്ക് വരുമാറാകട്ടെ. ഞാൻ നിന്റെ വചനത്തിൽ
എനിക്കായി കാത്തിരിക്കുകയാൽ സത്യത്തിന്റെ വചനം എന്റെ വായിൽ നിന്നും നീക്കിക്കളയരുതേ. അങ്ങനെ ഞാൻ നിന്റെ ന്യായപ്രമാണം ഇടപെടാതെ എന്നേക്കും പ്രമാണിക്കും. നിന്റെ പ്രമാണങ്ങളെ ആരായുന്നതുകൊണ്ട് ഞാൻ വിശാലതയിൽ നടക്കും. ഞാൻ ലജ്ജിക്കാതെ രാജാക്കന്മാരുടെ മുമ്പിലും നിന്റെ സാക്ഷ്യങ്ങളെ കുറിച്ച് സംസാരിക്കും. ഞാൻ നിന്റെ കൽപ്പനകളിൽ പ്രമോദിക്കുന്നു. അവ എനിക്ക് പ്രിയമായിരിക്കുന്നു. എനിക്ക് പ്രിയമായിരിക്കുന്ന നിന്റെ കൽപ്പനകളിലേക്ക് ഞാൻ എന്റെ കൈകളെ ഉയർത്തുന്നു. നിന്റെ ചട്ടങ്ങളെ ഞാൻ ധ്യാനിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദിയിലും ഇപ്പോഴും എന്നേക്കും ഉള്ള പ്രകാരം തന്നെ. ആമേൻ. ഈ വിശുദ്ധ ആരാധനയിൽ വായിക്കാനുള്ള ലേഖന വേദപാഠഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള തിരുവചനം. തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 15 വരെ ശ്രദ്ധയോടുകൂടി കേൾക്കുവിൻ. നീയോ പഥ്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കുക. വൃദ്ധന്മാർ നിർമ്മതവും ഗൗരവവും സുബോധവും ഉള്ളവരും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരും ആയിരിക്കണം എന്നും, വൃദ്ധമാരും അങ്ങനെ തന്നെ നടപ്പിൽ പവിത്രയോഗ്യന്മാരും ഏഷണി പറയാത്തവരും വീഞ്ഞിന് അടിമപ്പെടാത്തവരുമായിരിക്കണം എന്നും, ദൈവവചനം ദൂഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരത്തുകളെ ഭർത്തൃപ്രിയന്മാരും പുത്രപ്രിയന്മാരും സുബോധവും പാതിവൃത്യമുള്ളവരും വീട്ടുകാരും നോക്കുന്നവരും ദയയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരുമായിരിക്കുവാൻ ശീലിപ്പിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരായിരിക്കണമെന്നും പ്രബോധിപ്പിക്കുക. അവണ്ണം യൗവനക്കാരെയും സുബോധമുള്ളവരായിരിക്കുവാൻ പ്രബോധിപ്പിക്കുക. വിരോധി നമ്മെക്കൊണ്ട് ഒരു തിന്മയും പറയുവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സത്പ്രവൃത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുക. ഉപദേശത്തിൽ നിർമ്മലതയും ഗൗരവവും ആക്ഷേപിച്ചുകൂടാത്ത പഥ്യവചനവും ഉള്ളവൻ ആയിരിക്കുക. ദാസന്മാർ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ഉപദേശത്തെ സകലത്തിലും അലങ്കരിക്കേണ്ടതിന് യജമാനന്മാർക്ക് കീഴടങ്ങി സകല വിധത്തിലും പ്രസാദം വരുത്തുന്നവരും എതിർ പറയുകയോ വഞ്ചിച്ചെടുക്കുകയോ ചെയ്യാത്ത സകലത്തിലും നല്ല വിശ്വസ്തത കാണിക്കുന്നവരുമായി ഇരിക്കുവാൻ കൽപ്പിക്കുക. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തിയോടും പ്രപഞ്ചമോഹങ്ങളും വർദ്ധിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സത്പ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെ താൻ നമുക്ക് വേണ്ടി കൊടുത്തു. ഇത് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക. ആരും നിന്നെ തുച്ഛീകരിക്കരുത്. ലേഖന വേദപാഠഭാഗം വായിച്ചു അവസാനിക്കുന്നു. ദൈവമേ, നിനക്ക് സ്തോത്രം ഉണ്ടാകട്ടെ. സഭയുടെ പാട്ട് നമുക്ക് വാക്യം പ്രതിവാക്യമായിട്ട് വായിക്കാം. ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവിയാകുന്നു എന്ന് ഞങ്ങൾ അനുസരിച്ചുകൊള്ളുന്നു. നിത്യപിതാവായ നിന്നെ ഭൂമിയിലെല്ലാം വന്ദിക്കുന്നു. സകല ദേവദൂതന്മാരും മണ്ഡലങ്ങളും അവയിലുള്ള സകല അധികാരങ്ങളും നിന്നെ നോക്കിയാക്കും. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആകാശം ഭൂമിയിൽ നിന്ന് പ്രഭാവമൊത്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് കെരൂബുകളും സറാബുകളും നിന്നെ നോക്കി ഇടപെടാതെയാക്കും. അപ്പോസ്തലന്മാരുടെ പ്രവാചകന്മാരുടെ
അളവില്ലാത്ത മഹത്വമുള്ള പിതാവായതിനെ നിന്റെ വന്ദിതനായ സത്യേകപുത്രനെ ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെ ലോകത്തെല്ലായിടം പരിശുദ്ധാസഭ അനുസരിച്ചുകൊള്ളുന്നു. ക്രിസ്തുവേ, നീ മഹത്വത്തിന്റെ രാജാവാകുന്നു. നീ പിതാവിന്റെ നിത്യപുത്രനാകുന്നു. മനുഷ്യരെ രക്ഷിപ്പാൻ നീ ഫലമേറ്റപ്പോൾ കന്യകയുടെ ഗർഭത്തെ വെറുത്തില്ല. നീ മരണത്തിന്റെ മൂർച്ചയെ ജയിച്ചപ്പോൾ എല്ലാ വിശ്വാസികൾക്കും സ്വർഗരാജ്യത്തെ തുറന്നു. നീ ദൈവത്തിന്റെ വലതുഭാഗത്ത് പിതാവിന്റെ പ്രഭാവത്തോടെ ഇരിക്കുന്നു. ഞങ്ങളുടെ വിധികർത്താവായി നീ വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആകയാൽ നിന്റെ വലിയ രക്തം കൊണ്ട് നീ വീണ്ടെടുത്തവരായ നിന്റെ ആർക്കെ സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവരെ എന്നേക്കുമുള്ള മഹത്വത്തിൽ നിന്റെ വിശുദ്ധന്മാരുടെ കൂടെ എണ്ണിക്കൊള്ളണമേ. കർത്താവേ, നിന്റെ ജനങ്ങളെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. അവരെ ഭരിച്ച് എന്നേക്കും അവരെ ഉയർത്തണമേ. ദിനംപ്രതി ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ നാമത്തെ കാലാവസാനം കൂടായെന്ന് ഞങ്ങൾ വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിങ്ങളുടെ പാപങ്ങളെ പാപം കൂടാതെ കാത്തിരണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങൾ നിങ്ങൾ ആശ്രയിക്കുന്ന പ്രകാരം നിന്റെ കരുണ ഞങ്ങളുടെ മേലുണ്ടായിരിക്കണമേ. കർത്താവേ, ഞാൻ നിങ്ങൾ ആശ്രയിച്ചിരിക്കുന്നു. ഞാനൊരിക്കലും ലജ്ജപ്പെടരുതേ. ഈ വിശുദ്ധ ആരാധനയിൽ വായ്പാലിച്ചിരിക്കുന്ന സുവിശേഷ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുമിശിഹായുടെ വിശുദ്ധ സുവിശേഷം 3-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള തിരുവചനം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള തിരുവചനം ശ്രദ്ധയോടെ കേൾക്കുന്നു. അതിന്റെ ശേഷം യേശു ശിഷ്യന്മാരുമായി യഹൂദദേശത്ത് വന്ന് അവരോടുകൂടെ സ്നാനം കഴിച്ചുകൊണ്ടിരുന്നു. യോഹന്നാൻ ശലേമിനരികത്ത് ഐനോനിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു. ആളുകൾ വന്ന് സ്നാനമേറ്റു. അന്ന് യോഹന്നാനെ തടവിലാക്കിയിരുന്നില്ല. യോഹന്നാന്റെ ശിഷ്യന്മാരിൽ ചിലർക്ക് ഒരു യഹൂദനുമായി ശുദ്ധീകരണത്തെ കുറിച്ച് ഒരു വാദമുണ്ടായി. അവർ യോഹന്നാന്റെ അടുക്കൽ വന്ന് അവനോട്, റബ്ബി, യോർദാനക്കരെ നിന്നോട് കൂടെ ഇരുന്നവൻ, നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ തന്നെ ഇതാ സ്നാനം കഴിപ്പിക്കുന്നു. എല്ലാവരും അവന്റെ അടുക്കൽ ചെല്ലുന്നു എന്ന് പറഞ്ഞു. അതിന് യോഹന്നാൻ, സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യന് ഒന്നും ലഭിപ്പാൻ കഴിയുകയില്ല. ഞാൻ ക്രിസ്തു അല്ല, അവന് മുമ്പായി അയക്കപ്പെട്ടവനത്രേ എന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ എനിക്ക് സാക്ഷികളാകുന്നു. മണവാട്ടി ഉള്ളവൻ മണവാളനാകുന്നു. മണവാളന്റെ സ്നേഹിതനോ നിന്ന് മണവാളന്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. ഈ എന്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു. അവൻ വളരണം, ഞാനോ കുറയണം എന്ന് ഉത്തരം പറഞ്ഞു. നാം വായിച്ചു കേട്ടത് നമ്മുടെ കഥാവായിരിക്കുന്ന യേശുമിശിഹായുടെ വിശുദ്ധ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ദൈവവചന ശുശ്രൂഷയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. 177-ാം കീർത്തനം പാടിയതിനു ശേഷം ഏറ്റവും പ്രിയപ്പെട്ട ടി.എ. ജയനച്ചൻ നമ്മോട് തിരുവചന സന്ദേശം അറിയിക്കുന്നതാണ്. കർത്താവേ, നീ ഇന്നേരത്തിൽ നിന്ദാസനെ കടാക്ഷിച്ചെന്ന് ആരംഭിക്കുന്ന 177-ാം കീർത്തനത്തിന് ശേഷം വചന സന്ദേശം കേൾക്കുവാൻ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. Katavi
ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പ്രിയ സ്നേഹിതനും ആദരവും ബഹുമാനവുമുള്ള പ്രിൻസ് അച്ഛൻ, അച്ഛൻ്റെ കുടുംബം, ആദരവുള്ള കമ്മിറ്റി അംഗങ്ങളും ഇടവക സമൂഹമേ, ബഹുമാനമുള്ള നിങ്ങളോടെല്ലാവരോടും ചേർന്ന് ദൈവ തിരുവചനം പങ്കുവയ്ക്കുവാൻ എനിക്ക് ലഭിച്ച ഈ അനുഗ്രഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുകയാണ്. നമ്മുടെ ഒരുമിച്ചുള്ള പ്രാർത്ഥനയും ശുശ്രൂഷകളും ശിഷ്യത്വത്തിൻ്റെ അനുഗ്രഹം നമ്മിലേക്ക് സർവശക്തനായ ദൈവം വർഷിക്കുന്നതിന് മുഖാന്തരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതോടൊപ്പം അച്ഛനോടും ഇടവക സമൂഹത്തോടുമുള്ള ആദരവും സ്നേഹവും അറിയിക്കട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടട്ടെ. പ്രാർത്ഥിക്കാം. വചനത്തിലൂടെ ഞങ്ങൾ അനന്തമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, വചനം ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ വചനത്തിൻ്റെ ആത്മാവിനാൽ ഞങ്ങളുടെ ഹൃദയമാകുന്ന നിലങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. ശിഷ്യത്വത്തിൻ്റെ പാതയിൽ അനുനിമിഷം മുന്നേറുവാൻ ദൈവാത്മാവെ ഞങ്ങളെ സഹായിച്ചാലും ഞങ്ങളുടെ ജീവിതയാത്രകളിലെല്ലാം കർത്താവെ നിന്നെ വഹിക്കുന്നവരായി, നിന്നെ സാക്ഷിക്കുന്നവരായി, നിന്റെ ഭാവമുള്ളവരായി ജീവിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ക്രിസ്തു മൂലം ഞങ്ങൾ താഴ്മയായി അങ്ങയോട് യാചിക്കുന്നു. ആമേൻ. ഈ അനുഗ്രഹീതമായ വചന ധ്യാനത്തിലേക്ക് എല്ലാവരെയും ഏറ്റവും ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. CSI സഭ ഇന്ന് ധ്യാനിക്കുന്ന വിഷയം ഡിസൈപ്പിൾഷിപ്പ് ഓഫ് വിറ്റ്നസ് എന്നുള്ളതാണ്. ശിഷ്യത്വം എന്ന സാക്ഷ്യം, അതായത് ശിഷ്യത്വം സാക്ഷ്യമെന്ന നിലയിൽ. ശിഷ്യത്വത്തെക്കുറിച്ച് നാം നിരവധി കേട്ടിട്ടുണ്ട്. ഭാരതത്തിലെ പുരാതന ഫിലോസഫിയാണ് കുലർനഫ് തന്ത്രം. ഈ തത്വചിന്തയനുസരിച്ച് ശിഷ്യൻ എന്ന് പറയുന്നത് ഗുരുവിൻ്റെ മുൻപിൽ അവൻ്റെ ശരീരം, സമ്പത്ത്, ജീവിതം, അവനുള്ളത് സർവവും നിവേദ്യമായി സമർപ്പിച്ച് ആത്മദർശനം പ്രാപിച്ച് പ്രായോഗികതയോടെ ജീവിക്കുന്ന വ്യക്തിയാണ് ഒരു ശിഷ്യൻ.
വേദങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ ശിഷ്യൻ ഗുരുവിനോട് ചേർന്നിരുന്ന് വാട്ട് ഈസ് അൾട്ടിമേറ്റ് റിയാലിറ്റി, എന്താണ് പരമമായ യാഥാർത്ഥ്യം, പരമമായ സത്യം, പരമമായ ജ്ഞാനം എന്നിവ പഠിക്കുവാൻ ആരംഭിക്കുകയാണ്. പരമമായ യാഥാർത്ഥ്യം, പരമമായ സത്യം, പരമമായ ജ്ഞാനം ദൈവം മാത്രമാണ് എന്ന തലങ്ങളിലേക്ക് ഉയരുകയാണ്. ഒരു ശിഷ്യൻ അവനുള്ളതെല്ലാം ത്യജിക്കുന്നത് ശ്രേഷ്ഠമായ മറ്റൊന്ന് നേടുവാനാണ്. അത് മെറ്റീരിയൽ അല്ല, ദൈവമാണ്. ദൈവത്തിന് തുല്യമായി മറ്റൊന്നും വിലയുള്ളതായി ഈ ലോകത്തിലില്ല. ദൈവത്തെ അറിയുന്നതിലൂടെ, ദൈവത്തെ അനുഭവിക്കുന്നതിലൂടെ ഒരു ശിഷ്യൻ ജീവിതം യാഥാർത്ഥ്യമാക്കുകയാണ്, സാക്ഷാത്കരിക്കുകയാണ്. ജീവിതം സാക്ഷാത്കരിക്കപ്പെടുന്നത് ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്. ഇറ്റ് ഈസ് ദ പാർട്ടിസിപ്പേഷൻ ഇൻ ദ ലൈഫ് ഓഫ് ഗാഡ്. ദൈവിക ജീവനിലുള്ള പങ്കാളിത്തമാണ് ശിഷ്യത്വം എന്നത്. അതുകൊണ്ട് ദൈവം എന്നത് ഇറ്റ് ഈസ് നോട്ട് അവർ ലാസ്റ്റ് ഹോം, ഇറ്റ് ഈസ് ദ ഓൺലി ഹോം. അവസാനത്തെ പ്രതീക്ഷയല്ല ദൈവം. ഒരു ശിഷ്യന്റെ ആത്യന്തികമായ, ഏകമായ, സർവവുമായ പ്രതീക്ഷയാണ് ദൈവം. ശിഷ്യത്വത്തിന്റെ ശ്രേണിയെ പിന്നെയും നമ്മൾ പഠിക്കുമ്പോൾ 3 ശ്രേണികളായിട്ട് ഭാരതത്തിൽ വിലയിരുത്തുന്നുണ്ട്. ഒന്ന് സുപ്പീരിയർ ആണ്. ഈ ശ്രേണിയിലുള്ള ശിഷ്യന്മാര് അവര് വിമോചിതരാണ്. കാരണം അറിവ് നേടുക വഴി അവർ വിമോചിതരായിരിക്കുന്നു. ഗുരുവിനെ അവർ കാണേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ തലം എന്ന് പറയുന്നത് മീഡിയമാണ്. ഈ ശ്രേണിയിലുള്ളവര് അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നത്, ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഗുരുവിനോടാണ്. അവർക്ക് അതിനുള്ള അവസരമുണ്ട്. എന്നാൽ മൂന്നാമത്തെ ശ്രേണിയിലുള്ളവരുണ്ട്, ഇൻഫീരിയർ. അവര് ഗുരുവിനെ സേവിക്കുന്നവരാണ്. എന്നാൽ അറിവ് നേടിയവരെക്കാളും, സംശയങ്ങൾ ദൂരീകരിക്കുന്നവരെക്കാളും, സേവിക്കുന്നവരെക്കാൾ കൂടുതലായി ഗുരു ഇഷ്ടപ്പെടുന്നത് അനുസരണത്തോടെ തന്നെ അനുഗമിക്കുന്നവരെയാണ്. കാരണം അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്. ഇന്നത്തെ സുവിശേഷ വേദഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള ഭാഗത്ത് സ്നാപക യോഹന്നാൻ എന്ന ഗുരുവിനെയും അദ്ദേഹത്തെ പൂർണ്ണമായി അനുസരിക്കുന്ന ശിഷ്യഗണങ്ങളെയും നമ്മൾ കാണുന്നുണ്ട്. ഗുരുവിനെ പൂർണ്ണമായി അനുസരിക്കുന്നവരെങ്കിലും ശിഷ്യത്വത്തിന് നിരക്കാത്ത ചില അനുഭവങ്ങൾ ഇവരിൽ നിന്ന് നമ്മൾ കണ്ടുമുട്ടുകയാണ്. ഈ അനുഭവങ്ങൾ നമ്മളിൽ മങ്ങലേറ്റ ശിഷ്യത്വത്തെക്കുറിച്ച് ബോധമുള്ളവരായി തീരുവാനും നമ്മിലെ ശിഷ്യത്വത്തിന്റെ സാധ്യതകൾ ഒന്ന് ജ്വലിപ്പിക്കുവാനും മുഖാന്തരമായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ വേദഭാഗത്ത് യേശുവും ശിഷ്യന്മാരും യഹൂദിയില് സ്നാനം കഴിപ്പിക്കുന്നു. സ്നാപക യോഹന്നാനും ശിഷ്യന്മാരും ഐനോനിൽ സ്നാനം കഴിപ്പിക്കുന്നു. സ്നാപക യോഹന്നാന്റെ ശിഷ്യന്മാര് ഗുരുവായ തന്റെ അടുത്ത് വന്ന് ഒരു പരാതി പറയുകയാണ്. ഈ പരാതി ശിഷ്യത്വത്തിലുള്ള വികലമായ മനോഭാവങ്ങളെ വെളിപ്പെടുത്തുന്നതാണ്. അത് ഒന്നാമതായി നമ്മൾ കാണുന്നത് ശിഷ്യത്വത്തിന് ചേരാത്ത ഡിസ്റെസ്പെക്ട്. ടു സ്പീക്ക് അബൌട്ട് or treat without respect. അനാദരവ് യോഹന്നാന്റെ ശിഷ്യന്മാരിൽ നമ്മൾ കണ്ടെത്തുകയാണ്. എന്താണ് ശിഷ്യന്മാർ കാണിക്കുന്ന അനാദരവ്? ഒന്ന് നമ്മൾ വിലയിരുത്തുമ്പോൾ 3-ാം അധ്യായം 26-ാം വാക്യത്തിൽ കാണുന്നു, റബ്ബി, യോർദ്ധാനക്കരെ നിന്നോടുകൂടെ ഇരുന്നവൻ, നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ തന്നെ ഇതാ സ്നാനം കഴിപ്പിക്കുന്നു. സ്നാപക യോഹന്നാനെ റബി, ഗുരു എന്നാണ് ശിഷ്യന്മാര് വിളിക്കുന്നത്. പക്ഷെ യേശുവിനെ വിളിക്കുന്നത് അവൻ എന്നാണ്. യേശു എന്ന പേര് കോമൺ ആണ്.
എന്നാൽ ആ പേര് പോലും വിളിക്കുവാനായിട്ട് അവർ തയ്യാറാകുന്നില്ല. പേരില്ലാത്തവനായി, വില കുറഞ്ഞവനായി ശിഷ്യന്മാര് യേശുവിനെ തങ്ങളുടെ ഗുരുവായ സ്നാപക യോഹന്നാന് പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിലും വികലമായ അനുഭവങ്ങളോടെ നമ്മൾ മറ്റുള്ളവരെ പരിചയപ്പെടുമ്പോൾ, മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ, അനാദരവ് കാണിക്കുമ്പോൾ ശിഷ്യത്വത്തിന് ചേരാത്ത അനുഭവങ്ങളാണ് നമ്മിൽ ഉൾക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. രഹസ്യമായി യേശുവിനെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് സ്നാപക യോഹന്നാൻ പരസ്യമായി യേശുവിനെ സാക്ഷിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുകയാണ്, ഹിയർ ഈസ് ദ ലാംബ് ഓഫ് ഗോഡ് ഹു ടേക്സ് അവേ ദ സിൻ ഓഫ് ദ വേൾഡ്. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടാണ്. പാപമോചനം ക്രിസ്തു നൽകുന്ന അനുഗ്രഹമാണ്. അത് ആചാരങ്ങളെക്കാൾ, അനുഷ്ഠാനങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുവർത്തിക്കുന്നതിനേക്കാൾ കൂടുതലായി പാപക്ഷമ ക്രിസ്തുവിനാൽ നേടിയെടുക്കേണ്ടത് ശിഷ്യത്വത്തിന്റെ ഉദാത്തമായ മാതൃകയാണ്. തന്റെ വിലയേറിയ രക്തം നൽകി ക്രിസ്തു നമ്മെ വീണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ അനാദരവിന്റെ അടയാളമായിട്ടല്ല, ആദരവിന്റെ പ്രതിരൂപങ്ങളായിട്ടാണ് ക്രിസ്തു ശിഷ്യൻ മാറേണ്ടത്. രണ്ടാമത്, ശിഷ്യന്മാർക്ക് ചേരാത്ത ഒരു തലം നമ്മൾ കാണുന്നത് മൊണോപ്പൊളിയാണ്. കുത്തക അവകാശം, ഉടമസ്ഥാവകാശം എന്നൊക്കെ നമുക്ക് ഈ പദത്തെ വിലയിരുത്താം. ഇവിടെ 36-ാം വാക്യത്തിൽ പറയുകയാണ്, യോർദ്ദാനക്കരെ നിന്നോടുകൂടെ ഇരുന്നവൻ നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ തന്നെ ഇതാ സാക്ഷ്യപ്പെടുത്തുന്നു, സ്നാനം കഴിപ്പിക്കും. ഇത് ഒരു മൊണോപ്പൊളിയാണ്, ഒരു കുത്തകയാണ്. കാരണം സ്നാനം കണ്ടുപിടിച്ചത് ഞങ്ങളാണ്, യേശുവിനെ സ്നാനപ്പെടുത്തിയത് ഞങ്ങളാണ്. എന്നാൽ ഞങ്ങളുടെ അനുവാദം കൂടാതെയാണ്, ഞങ്ങളുടെ മറുപടി കൂടാതെയാണ് യേശു പലരെയും സ്നാനം കഴിപ്പിക്കുന്നത്. ഇത് ഞങ്ങളുടെ കുത്തക അവകാശത്തിന്റെ മേലുള്ള ഒരു കടന്നുകയറ്റമാണ്. ഇത് അനുവദിക്കാനായിട്ട് പാടില്ല. ശിഷ്യത്വത്തിന്റെ പാതയിൽ മുന്നേറുമ്പോൾ ഇങ്ങനെയുള്ള ചില അനുഭവങ്ങൾ നമ്മിൽ രൂപപ്പെടാറുണ്ട്. ഈ ആശയം എന്റേതായി, ഈ ദേവാലയം മുന്നോട്ട് പോകുന്നത് ഞാനുള്ളതുകൊണ്ടാണ്, ഈ കുടുംബം നന്നായിരിക്കുന്നത് ഞാനുള്ളതുകൊണ്ടാണ്, ഈ സമൂഹം നല്ലതായിരിക്കുന്നത് ഞാനുള്ളതുകൊണ്ടാണ്. ഈ മനോഭാവത്തോടെ നമ്മൾ മുന്നേറുമ്പോൾ ഇന്നത്തെ കാലത്തിൽ നമ്മളൊക്കെ അനുഗമിക്കുന്നത്, അവകാശപ്പെടുന്നത് ഒരുപക്ഷെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിനെ ആയിരിക്കും. എന്നാൽ യോഹന്നാൻ നമ്മെ പഠിപ്പിക്കുകയാണ് 3-ാം അധ്യായത്തില്, ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കും. കാരണം വെള്ളം ഒരു കുത്തകയാക്കി നമുക്ക് എടുക്കാം, കൊക്കക്കോളയൊക്കെ അതിന്റെ ഭാഗമാണ്. എന്നാൽ ക്രിസ്തുവോ നിങ്ങളെ പരിശുദ്ധാത്മാവിലും അഗ്നിയിലും സ്നാനം കഴിപ്പിക്കും. വെള്ളത്താൽ ശുദ്ധീകരിക്കുന്ന സമയത്ത് വെള്ളം മലിനമാവുന്നുണ്ട്, എന്നാൽ അഗ്നി ശുദ്ധീകരണത്തിൽ അതിൽ തന്നെ മലിനമാവുന്നില്ല. അഗ്നി കൂടുതൽ ശുദ്ധീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് കൊണ്ടും അഗ്നി കൊണ്ടും സ്നാനം കഴിപ്പിക്കുന്നതിനെ കുത്തകയാക്കാൻ നമുക്കാർക്കും അവകാശമില്ല. അത് ദൈവത്തിന്റെ ഔദാര്യമായ വരദാനമാണ്. അത് സ്വീകരിക്കുകയാണ് ക്രിസ്തു ശിഷ്യന്റെ ധർമ്മം. ഏത് നിമിഷവും മലിനമാകാവുന്ന കുത്തക അവകാശത്തെക്കാൾ പാരമ്പര്യം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതായ സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന നിത്യജീവനെക്കുറിച്ച് നിങ്ങൾ ആഗ്രഹിക്കുവിൻ. അതാണ് നിങ്ങളെക്കുറിച്ചുള്ള ദൈവേഷ്ടമെന്ന് പത്രോസ്ലീഹ തന്റെ വചനത്തിൽ നമ്മോട് പങ്കുവെക്കുകയാണ്. മൂന്നാമത് നമ്മൾ കാണുന്നത് ഫിയർ ഓഫ് ലോസ്, നഷ്ടഭയം. 26-ാം വാക്യത്തിൽ നമ്മൾ കാണുകയാണ്, ശിഷ്യന്മാര് സ്നാപക യോഹന്നാനോട് പറയുകയാണ്, ഹിയർ ഹി ഈസ് ബാപ്റ്റൈസിംഗ് ആൻഡ് ഓൾ ആർ ഗോയിങ് ടു ഹിം. ഇതാ അവനിവിടെ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്,
എല്ലാവരും യേശുവിന്റെ അടുക്കലേക്ക് പോവുകയാണ്. എല്ലാവരും യേശുവിന്റെ അടുക്കലേക്ക് പോവുകയാണെങ്കിൽ ഞങ്ങളുടെ പ്രശസ്തി അതിന് മങ്ങലേൽക്കില്ലേ? ഞങ്ങൾക്കുള്ള അംഗീകാരം നഷ്ടപ്പെടില്ലേ? ഞങ്ങൾക്കുള്ള ബഹുമാനം നഷ്ടപ്പെടില്ലേ? ഞങ്ങളുടെ പ്രൊഫഷൻ എന്തായിത്തീരും? ഞങ്ങളുടെ എക്സിസ്റ്റൻസ് എന്തായിത്തീരും? ഒരു വലിയ ചോദ്യം ശിഷ്യന്മാരിൽ നിന്ന് നമ്മൾ ഗ്രഹിക്കുകയാണ്. നമ്മളും ഇതുപോലെ തന്നെയാണ്. നമ്മുടെ കുടുംബ ജീവിതത്തിലും സഭാ സാമൂഹിക ജീവിതത്തിലും നമ്മളും ചിന്തിക്കാറുണ്ട്, അവൻ എനിക്ക് ഒരു വിലങ്ങുതടിയാണ്, അവൾ എനിക്കൊരു വിലങ്ങുതടിയാണ്, അവരെ ഇല്ലാതാക്കിയാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ. Verse 27, John answered, "No one can receive anything except what has been given from heaven." സ്വർഗത്തിൽ നിന്ന് ഒരുവന് ലഭിക്കാതെ സ്വയമായിട്ട് ഒന്നും അവന് നേടുവാൻ കഴിയത്തില്ല. A man can receive nothing. ദൈവം നൽകുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 17-ാമത്തെ തിരുവചനം, "Every perfect gift is from above." എല്ലാ പൂർണ്ണമായ വരദാനങ്ങളും സ്വർഗത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. സ്വർഗത്തിലെ ദൈവം അവിടുത്തെ അനുയോജ്യമായ സമയത്ത് നമുക്കെല്ലാം അവിടുന്ന് ഒരുക്കി നൽകും. അതുകൊണ്ട് മനുഷ്യനെ സമൂഹത്തെക്കുറിച്ച് ഓർത്ത് നമ്മൾ വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. സങ്കീർത്തനം 37 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു, "Trust in the Lord and he will give you the desire of your heart." ദൈവത്തിൽ പൂർണ്ണമായും ശരണപ്പെടുമ്പോൾ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളൊക്കെയും നിവർത്തിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവൻ യോഹന്നാനേക്കാൾ വലിയവരില്ല. എന്നിട്ടും യോഹന്നാൻ പറയുകയാണ്, യേശുവാണ് ശ്രേഷ്ഠനായ ഗുരു. അവനേക്കാൾ ശ്രേഷ്ഠനായ ഗുരു വേറെ ആരുമില്ല. "I am not Christ. I am a foreigner of Christ." ക്രിസ്തുവിന് വേണ്ടി മരുഭൂമിയിൽ വഴിയൊരുക്കുന്ന ഒരു ശബ്ദം മാത്രമാണ് ഞാൻ. അതിനേക്കാൾ ഒരു വ്യക്തിത്വം പോലും അവകാശപ്പെടാൻ എനിക്കില്ല എന്ന് സ്നാപക യോഹന്നാൻ നമ്മെ പഠിപ്പിക്കുകയാണ്, ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്. അവരും തിരിച്ചറിയുകയാണ്, ക്രിസ്തുവാണ് ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠനായ ഗുരു. ബോൺഹോഫർ പറയുന്നത്, ശിഷ്യത്വം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ സഹനാനുഭവങ്ങളെ സാക്ഷിക്കുന്നവരാണ്. ക്രിസ്തുവിന്റെ സഹനാനുഭവങ്ങളെ സാക്ഷിക്കുന്നവരായി നമ്മൾ മാറുമ്പോൾ വാസ്തവത്തിൽ അവിടുത്തെ യഥാർത്ഥ ശിഷ്യഗണങ്ങളായി നമ്മൾ രൂപാന്തരപ്പെടുകയാണ്. 1852 ബർക്കൻഹെഡ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് കപ്പല് രണ്ടായി പിളരുകയാണ്. വെള്ളം അതിലിരച്ച് കയറി 630 ആളുകൾ മരണത്തോട് മല്ലടിക്കുകയാണ്. പിറ്റേന്ന് രാവിലെ നോക്കുന്ന സമയത്ത് കപ്പിത്താനായ സിഡ്നി സെറ്റർ ഒരു പലകയില് തൂങ്ങിക്കിടക്കുകയാണ്. ഈ സമയത്താണ് 2 കുട്ടികൾ അവിടെ വരുന്നത്. അവർക്ക് ജീവൻ രക്ഷ ബോട്ടില്ല. അവര് പ്രാണഭയത്താൽ നിൽക്കുന്ന സമയത്ത് സിഡ്നി സെറ്റർ താൻ തൂങ്ങിക്കിടന്ന പലക അവരുടെ രക്ഷയ്ക്കായി നൽകി അവിടെ നിന്ന് നീന്തി തുടങ്ങുകയാണ്. പിന്നീട് ചരിത്രം പറയുകയാണ്, സിഡ്നി സെറ്ററെ കണ്ടവരായിട്ട് ആരുമില്ല. ശിഷ്യത്വം എന്ന് പറയുന്നത് സ്നേഹമല്ലാതെ മറ്റൊന്നും ഈ ലോകത്തിൽ അവശേഷിപ്പിക്കുവാൻ ആഗ്രഹിക്കാത്തവരാണ്. അതാണ് യഥാർത്ഥമായ ശിഷ്യത്വം. ജീവൻ നൽകി ജീവൻ വീണ്ടെടുക്കുന്ന ക്രിസ്തുവിന്റെ ശിഷ്യത്വം നമ്മൾ സ്വീകരിക്കുമ്പോൾ ക്രിസ്തു എന്ന തലയോളം ഉയരുവാനുള്ള അനുഗ്രഹമാണ് നമുക്ക് ഓരോരുത്തർക്കും അവിടുന്ന് നൽകുന്നത്. അതിനാൽ ആധ്യാത്മികതയുടെ, ശിഷ്യത്വത്തിന്റെ, ദൈവ സ്നേഹത്തിന്റെ, ആദരവിന്റെ, ദൈവകൃപയുടെ ഭാഗമായി മുന്നേറുവാൻ പരിശുദ്ധനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ക്രൂശിലൂടെ ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, യഥാർത്ഥമായ ശിഷ്യത്വത്തിന്റെ ഉടമകളായി ലോകത്തിന്റെ അറ്റത്തോളം ജീവന്റെ സുവിശേഷം പ്രഘോഷിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണം. ഈ ലോകത്തിൽ സ്നേഹമല്ലാതെ
ആദരവല്ലാതെ മറ്റൊന്നും അവശേഷിപ്പിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ അനുവദിക്കരുതേ. പിന്നെയോ ക്രിസ്തു എന്ന തലയോളം ഉയർന്ന് ദൈവാനുഗ്രഹത്തിനും നിത്യജീവനും അവകാശികളായി തീരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. തിരുസഭയെ, അവിടുത്തെ ജനത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ക്രിസ്തു മൂലം ഞങ്ങൾ താഴ്മയായി അങ്ങയോട് ഇതെല്ലാം യാചിക്കുന്നു. ആമേൻ. കർത്താവിന്റെ പരിശുദ്ധമായ വചനം ശ്രവിച്ചു നമുക്കെല്ലാവർക്കും ആദരവോടും വിശ്വാസത്തോടെ നമ്മുടെ വിശ്വാസം ചേർന്നുറക്കെ പ്രഖ്യാപിക്കാം. അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിന്റെ വാക്കുകളിലൂടെ സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യകമറിൽ ഉത്പാദിപ്പിക്കപ്പെട്ടു, ജനിച്ചു, പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചിരുന്നവന്റെ ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജനങ്ങളെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന് പുനരുദ്ധാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഉണക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ, നിങ്ങളോടുകൂടെയും. പെന്തക്കോസ്തിന് ശേഷം നാലാം ഞായറാഴ്ചത്തേക്കുള്ള പ്രത്യേക അപേക്ഷ. ജീവന്റെയും നീതിയുടെയും ദൈവമേ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ദരിദ്രരുടെയും ഹൃദയനൊമ്പരം നീ അറിയുന്നുവല്ലോ. ദൈവീകത വെടിയുവാൻ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുകയും നീതിയിലും ദൈവികതയിലും അനുദിനം വളരുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. അവനോ വളരെയണം, ഞാനോ കുറയണമെന്ന നിരന്തര പ്രാർത്ഥനയോടെ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി വിശ്വാസത്തോടെ കാത്തിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. സമാധാനത്തിനു വേണ്ടി നമുക്ക് കർത്താവിനോട് അപേക്ഷിക്കാം. ദൈവമേ, സകല വിശുദ്ധയാഗ്രഹങ്ങളും സകല നല്ല ആലോചനകളും സകല നീതിയുള്ള പ്രവൃത്തികളും നിങ്ങൾ നിന്നല്ലോ വരുന്നത്. നിന്റെ കൽപ്പനകൾ അനുസരിച്ച് നടപ്പാനായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ നിന്നാൽ ശത്രുഭയം കൂടാതെ കാക്കപ്പെട്ട് ആശ്വാസത്തോടും ശാന്തതയോടും ഞങ്ങളുടെ കാലം കഴിപ്പാനും ലോകത്തിൽ തരുവാൻ കഴിയാത്ത സമാധാനം ഞങ്ങളുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ യോഗ്യതകൾ മൂലം നിന്റെ അടിയാരായ ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. കൃപകൾക്കായി നമുക്ക് കർത്താവിനോട് അപേക്ഷിക്കാം. സകല നന്മകളുടെയും കാരണനും ദാതാവുമായി സകല ശക്തിയും ബലവുമുള്ള കർത്താവേ, നിന്റെ നാമത്തോടുള്ള സ്നേഹത്തെ ഞങ്ങൾ ഹൃദയങ്ങളിൽ നട്ട് സത്യമായ ദൈവത്തെ ഞങ്ങൾ വർദ്ധിപ്പിച്ച് സകല നന്മകൊണ്ടും ഞങ്ങളെ പോഷിപ്പിച്ച് ഇവയിൽ തന്നെ നിന്റെ മഹാകരുണ കൊണ്ട് ഞങ്ങളെ നിലനിർത്തണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവനെന്ന ആത്മീയതം പാടി
നമ്മുടെ ഹൃദയങ്ങളിൽ ഒരുക്കാം. തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഏറ്റവും പ്രിയപ്പെട്ട PK മാമനച്ചൻ നമ്മെ നയിക്കുന്നതാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ ദൈവസന്നിധിയിൽ വണക്കാം. എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയം എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവുമാകുന്നു. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. എൻ്റെ ദൈവത്തോട് നിലവിളിച്ചു. അവൻ തൻ്റെ മന്ദിരത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവൻ്റെ ചെവിയിൽ എത്തി. വീണ്ടും ഒരു വിശുദ്ധ ദിവസം കൂടെ കാണുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതങ്ങൾ ചെയ്ത വലിയ കൃപയ്ക്കായി നമുക്ക് ദൈവത്തിന് നന്ദിയും സ്തോത്രവും കരയേറ്റാം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം നമ്മെ ഓരോരുത്തരെയും അതിശയകരമായി പരിപാലിച്ച ദൈവത്തിന് നമുക്ക് നന്ദിയും സ്തോത്രവും അർപ്പിക്കാം. വിശുദ്ധ ആലയത്തിൽ ഒരുമിച്ച് വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ സാധിക്കാത്ത സാഹചര്യങ്ങളിലാകുന്നു നാം ഓരോരുത്തരും ആയിരിക്കുന്നതെങ്കിലും ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഓരോ വിശുദ്ധ ദിവസവും ദൈവം നൽകിയ കൂട്ടായ്മ കുടുംബമായി ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വിശുദ്ധ ദിവസം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുന്ന ദൈവകൃപയ്ക്കായി നമുക്ക് ദൈവത്തിന് നന്ദിയും സ്തോത്രവും കരയേറ്റാം. നമ്മുടെ സഭയെയും
സഭയിലെ എല്ലാ കുടുംബങ്ങളെയും ദൈവ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവജനം ഐക്യത്തോടും സമാധാനത്തോടും കൂടെ ജീവിപ്പാൻ സഭയായി ഒരുക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സൺഡേ സ്കൂൾ, യുവജന സഖ്യം, സ്ത്രീജന സഖ്യം, വൈദിക സെമിനാരികൾ, സുവിശേഷ സംഘങ്ങൾ, ആശ്രമങ്ങൾ എന്നിവയെ ഓർത്ത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ നാളുകളിലൊക്കെ സഭയായി ദൈവത്തിൻ്റെ വലിയ പരിപാലനം അനുഭവിപ്പാൻ നമ്മുടെ ജീവിതങ്ങളിൽ ദൈവം കൃപ ചെയ്തതോർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം, ദൈവത്തെ സ്തുതിക്കാം. കൊച്ചിൻ മഹായിടവയ്ക്കായി ഉത്തരവാദിത്തങ്ങളിലിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേൽപ്പിച്ചിരിക്കുന്ന ചുമതലകൾ, വിവിധ ശുശ്രൂഷകൾ വിശ്വസ്തയോടെ നിർവഹിക്കുന്നതിന് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ശുശ്രൂഷകരെയും പ്രവർത്തകരെയും സഹായിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ ലോകത്തിൽ വിശ്വസ്തയോടുകൂടെ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ആ വിളിക്ക് യോഗ്യമാവണ്ണം ജീവിപ്പാൻ ദൈവമേ ഒരുക്കണമേ, സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്ഥിരമില്ലാത്ത ഈ ആയുസ്സിൽ നാം ഓരോരുത്തരും ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും അനുഭവങ്ങളിലൂടെ നമ്മുടെ പ്രിയപ്പെട്ടവർ കടന്നു പോകുമ്പോൾ അവരെല്ലാം ദൈവത്തിൻ്റെ ആശ്വസിപ്പിക്കുന്ന, സൗഖ്യം നൽകുന്ന വലിയ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ നന്മ കാണുവാൻ, ദൈവികമായ അനുഗ്രഹങ്ങളെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ എല്ലാവരെയും ഒരുക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്ന മേഖലകളെ ദൈവവരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ജില്ലയെ, നമ്മുടെ സംസ്ഥാനത്തെ, ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തെമ്പാടുമുള്ള ജനങ്ങളെ കൊറോണ ബാധിതരായി ശാരീരികമായ ക്ഷീണങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ, ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാ ആളുകളെയും നമുക്ക് ഇപ്പോൾ ദൈവത്തിൻ്റെ വലിയ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവർ ഈ ലോകം വഴിയായി മാറ്റപ്പെട്ടിട്ടും മൃതശരീരം പോലും കാണുവാൻ സാധിക്കാത്ത വിധത്തിൽ അനേകം ആളുകളായി തീർന്നിരിക്കുന്നു. അനേകം ആളുകൾ വളരെ ദുരിതങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നു. ജോലികൾ നഷ്ടമായി തീർന്ന്, ജീവിത സന്ധാരണം സാഹചര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട് വളരെ നിരാശയുടെ മധ്യയായിരിക്കുന്ന വലിയൊരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. അവരെ ഈ സമയത്ത് ദൈവത്തിൻ്റെ വലിയ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് സമൃദ്ധമായി ഭക്ഷിക്കുവാൻ ആഹാരം ലഭിച്ചിരിക്കുന്നു. ഇഷ്ടംപോലെ ധരിക്കുവാൻ നമുക്ക് വസ്ത്രങ്ങളുണ്ട്. കയറിക്കിടക്കുവാൻ നല്ല വീടുകൾ ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നു. എന്നാൽ ഇതിനൊന്നും വകയില്ലാതെ, ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ, ധരിക്കുവാൻ വസ്ത്രമില്ലാതെ, കയറിക്കിടക്കുവാൻ ഇടമില്ലാതെ ഭാരപ്പെടുന്ന അനേകം ആളുകൾ നമ്മുടെ മധ്യയുണ്ട്. പ്രകൃതി ദുരന്തങ്ങളിൽപ്പെട്ട് വലയുന്ന അനേകരുണ്ട്. രോഗത്തിൻ്റെതായ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ നടക്കുന്ന പ്രശ്നങ്ങളെ സമയത്ത് ചൈനയുമായും മറ്റ് രാജ്യങ്ങളുമൊക്കെ ആയുള്ള പ്രയാസങ്ങളെയൊക്കെ ഈ സമയത്ത് ദൈവത്തിൻ്റെ സമാധാനം ലോകത്തിന് നൽകുന്ന ദൈവത്തിൻ്റെ കരങ്ങൾ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല എന്ന് വിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ആ ഒരു വിഭാഗത്തിൽ ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തിന് നന്മകൾ അനുഭവിക്കുവാൻ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സ്കൂളുകളെയും കോളേജുകളെയും ഒക്കെ ഓർക്കാം. ക്ലാസ്സിൽ പോയി വിദ്യാർത്ഥികളോട് ചേർന്ന് പഠിക്കുവാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ ഓൺലൈനിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും പഠിപ്പിക്കുന്ന അധ്യാപകരെയും പഠിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ദൈവവരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവിക ജ്ഞാനത്താൽ നിറയപ്പെട്ടവരായി ഈ നാളുകളിൽ ആയിത്തീരുവാൻ എല്ലാ മക്കളെയും ഒരുക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പഠന സാമഗ്രികളില്ലാതെ വേണ്ടുന്ന വിധത്തിൽ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കാതെ മനപ്രയാസപ്പെടുന്ന കുഞ്ഞുങ്ങളും നമ്മുടെ മധ്യയുണ്ട്. അവരെയും ഈ സമയത്ത് ദൈവത്തിൻ്റെ വലിയ കരങ്ങൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം.
പലവിധമായ ആവശ്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തരെയും, കായികമായി അധ്വാനിക്കുന്നവരെ, കലാകാരന്മാരെ, കരകൗശല പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ ഓർക്കാം. പ്രത്യേകിച്ച് ആതുര ശുശ്രൂഷ മേഖലയിൽ ആയിരിക്കുന്ന ഡോക്ടേഴ്സിനായി, നഴ്സസിനായി, മറ്റ് സ്റ്റാഫിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ലോകത്ത് സൗഖ്യം നൽകുവാൻ ഈ ശുശ്രൂഷകരിലൂടെയുള്ള പ്രവർത്തനങ്ങൾ ഇടയായി തീരേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സുവിശേഷ പ്രവർത്തനങ്ങളെയൊക്കെ നമുക്ക് ഈ സമയത്ത് ഓർക്കാം. വ്യക്തികളായി, കുടുംബങ്ങളായി, സംഘടനകളായി, സഭകളായി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഓർത്ത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിശ്വസ്തയോടുകൂടെ ദൈവിക ശുശ്രൂഷ നിർവഹിക്കപ്പെടുവാനിടയാക്കണമേ. ദേശത്തിന് സമാധാനം നൽകണമേ. ദൈവികമായ നന്മകളാൽ, ദൈവികമായ പരിപാലനയാൽ ഈ ലോകത്തെ നയിക്കുന്നതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പലവിധമായ ബലഹീനതകളിലൂടെ കടന്നു പോകുന്നവർ, അവർക്കൊക്കെ ദൈവികമായ ആശ്വാസം ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ജീവനും ആരോഗ്യവും നൽകി നമ്മെ ഓരോരുത്തരെയും പരിപാലിക്കുമ്പോൾ ദുഃഖിതരായി, രോഗികളായി കഴിയുന്നവരെ പ്രത്യേകം ദൈവവരങ്ങൾ ഓർക്കാം. നമ്മുടെ അറിവിൽ രോഗികളായിരിക്കുന്നവരെ പ്രത്യേകം ദൈവവരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ പ്രിയ സഹോദരങ്ങളെ സമയത്ത് നമുക്ക് ഓർക്കാം. നമ്മോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുള്ള അനേകരുണ്ട്. അവരെയൊക്കെ ദൈവ കരങ്ങൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവിക അനുഗ്രഹങ്ങൾ സകല മനുഷ്യരിലും പകരപ്പെടുവാനിടയാക്കണമേ. ആത്മാവിൻ്റെ ഐക്യത്തിലും സമാധാന ബന്ധത്തിലും നീതിയുള്ള നടപ്പിൽ നമ്മുടെ വിശ്വാസത്തെ പ്രമാണിക്കുവാൻ നമുക്കിടയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സഭയായി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഈ സമയത്ത് ഓർക്കാം. വിവിധ സ്ഥലങ്ങളിൽ സഭയുടെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ദൈവമക്കളെ ഒക്കെ ദൈവവരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ യുവതി യുവാക്കളെ നമുക്ക് ഓർക്കാം. സ്ത്രീജന സഖ്യാംഗങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൂരസ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് പ്രാർത്ഥനയിൽ ഓർക്കാം. നാട്ടിലേക്ക് വരുവാൻ സാധിക്കാതെ ആയിരിക്കുന്ന അനേകരുണ്ട്. അവരെയൊക്കെ ദൈവവരങ്ങൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിൽ കൂടെ അടിയങ്ങളെ ജീവനിലും സ്നേഹിക്കുന്ന അടിയങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ദിവസത്തിനായി നന്ദിയോടെ അടിയങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുത്തെ അനുഗ്രഹങ്ങളും നന്മകളും അടിയങ്ങളെ പിന്തുടരുന്നുവെന്ന സങ്കീർത്തനക്കാരൻ അടിയങ്ങളെ പഠിപ്പിക്കുന്നുവല്ലോ. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും. സ്വർഗീയ പിതാവേ, അവിടുത്തെ നന്മകൾ അടിയങ്ങളെ പിന്തുടരുന്നതാകിയാൽ അടിയങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ വിശുദ്ധ ദിവസം അടിയങ്ങൾക്ക് ഒരുമിച്ച് അവിടുത്തെ മുഖത്തേക്ക് നോക്കുവാൻ അടിയങ്ങളെ അനുവദിച്ച ദൈവസ്നേഹത്തിനായി നന്ദിയോടെ സ്തോത്രം. വിവിധ വിഷയങ്ങളെ ദൈവവരങ്ങൾ സമർപ്പിപ്പാൻ കർത്താവ് സഹായിച്ചല്ലോ. അടിയങ്ങൾ ചോദിക്കുന്നതിന് മുന്നമേ അടിയങ്ങളുടെ ആവശ്യങ്ങളെ അറിയുന്ന ദൈവം, അടിയങ്ങൾ ചിന്തിക്കുകയോ നിനയ്ക്കോ ചെയ്യുന്നതിനപ്പുറമായി അടിയങ്ങളെ പരിപാലിക്കുന്ന ദൈവം, ദൈവമേ, അവിടുന്ന് ദേശത്തോട് കരുണ കാണിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളാൽ, പകർച്ചവ്യാധികളാൽ ഭാരപ്പെടുന്ന സമസൃഷ്ടങ്ങളെ, അടിയങ്ങളെ തന്നെ ദൈവത്തിൻ്റെ വലിയ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു രോഗവ്യാപനം ദേശത്തുണ്ടാകുവാനിടയാക്കാതെ അടിയങ്ങളുടെ സംസ്ഥാനത്തെയും അടിയങ്ങൾ പാർക്കുന്ന ഇടങ്ങളെയും കർത്താവേ, ലോകത്തെ ആകമാനം അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് അങ്ങയോടെ പ്രാർത്ഥിക്കുന്നു. രോഗത്തിന് തക്കതായ മരുന്ന് കണ്ടെത്തുവാൻ അതിനുവേണ്ടി അധ്വാനിക്കുന്നവരെ അവിടുന്ന് ബലപ്പെടുത്തണമേ. അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ ദാസന് സൗഖ്യം വരുമെന്ന് പ്രാർത്ഥിച്ചതുപോലെ ദൈവമേ, അവിടുത്തെ ആത്മാവിനെ ലോകത്തിലേക്ക് അയക്കണമേ. രോഗം മാറുവാൻ കർത്താവേ, സമാധാനം ലോകത്ത് സ്ഥാപിക്കപ്പെടുവാൻ ഇടയാക്കണമേ. യുദ്ധ ഭീഷണിയിലായിരിക്കുന്ന എല്ലാ പ്രദേശങ്ങളെയും ഓർത്ത് അടിയങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ചൈന അതിർത്തിയിലൊക്കെ നടക്കുന്ന സംഭവങ്ങളെല്ലാം ഓർത്ത് അടിയങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. അവിടുത്തെ ദിവ്യമായ സമാധാനം അടിയങ്ങൾക്ക് നൽകി അടിയങ്ങളുടെ രാജ്യത്തെ അവിടുന്ന് പരിപാലിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവിടെ ജോലി ചെയ്യുന്ന പട്ടാളക്കാരെയൊക്കെ ഈ സമയത്ത് അടിയങ്ങൾ ഓർക്കുന്നു കർത്താവേ. തങ്ങളുടെ ജീവൻ തൃണവൽക്കരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി അധ്വാനിക്കുന്നവരെ അവിടുന്ന് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമെന്ന് അടിയങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വ്യക്തികളായ, കുടുംബങ്ങളായി, സംഘടനകളായി, സഭകളായി ചെയ്യുന്ന എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. സ്വർഗീയ പിതാവിൻ്റെ
മാറ്റമില്ലാത്ത സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ് അവിടത്തേക്ക് പ്രയോജനമുള്ള ദാസന്മാരായി പ്രവർത്തിപ്പാൻ ആത്മാർത്ഥതയോടും വിശ്വസ്തയോടും തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകളെ നിർവഹിപ്പാൻ എല്ലാവരെയും കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അടിയങ്ങളുടെ ഇടവകയെ ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ ചെയ്യുന്ന അച്ഛനെയും കുടുംബം അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്ന എല്ലാ ശുശ്രൂഷകരെയും പ്രവർത്തകരെയും കമ്മിറ്റിയെയും കർത്താവേ ദൈവനാമഹത്വത്തിനു വേണ്ടി അധ്വാനിക്കുന്ന സഭയിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കായി നന്ദിയോടെ സ്തോത്രം. രോഗികളായും പ്രയാസങ്ങളിലൂടെ കടന്നുപോകുന്ന സഭയിലെ പ്രിയമക്കളെയും ദൈവത്തിന്റെ ആശ്വസിപ്പിക്കുന്ന സൗഖ്യം നൽകുന്ന കരങ്ങൾ സമർപ്പിച്ച അടിയങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപ അനുഭവിപ്പാൻ അടിയങ്ങളെ അവിടുന്ന് വിളിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യത്തോടെ ദേശത്തേക്ക് പുറപ്പെട്ട അവിടുത്തെ സാക്ഷികളായി ജീവിപ്പാൻ അടിയങ്ങളെ എല്ലാവരെയും അവിടുന്ന് ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യണം. അടിയങ്ങളായിരിക്കുന്ന ഭവനങ്ങളിൽ ഉള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ദൂരദേശങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ ഓർത്തടിയങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പകർച്ചവ്യാധിയുടെയൊക്കെ അവസ്ഥകളിൽ നിന്ന് പ്രിയമക്കളെ ഓരോരുത്തരെയും അവിടുന്ന് വിടുവിച്ചു കൊള്ളണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ പകലിൽ അവിടുത്തെ കൃപ അനുഭവിപ്പാൻ അടിയങ്ങളെ യോഗ്യരാക്കണം. ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന അവസരങ്ങളെല്ലാം വേണ്ടും വിധത്തിൽ വിനിയോഗിപ്പാൻ അവിടുത്തെ ഇഷ്ടപ്രകാരം ഉപയോഗിപ്പാൻ അടിയങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. കുറ്റങ്ങളെയും കുറലും ക്ഷമിക്കണം. അവിടുത്തെ വരവിനാടിങ്ങളെ ഒരുക്കണം. ക്രിസ്തുയേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ അടിയങ്ങൾ യാചിക്കുമ്പോൾ കൃപയോടെ കേൾക്കണമേ. ആമേൻ. പ്രാർത്ഥനയ്ക്കായി വീണ്ടും നമ്മുടെ തലകളെ നമുക്ക് വണക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലതുപോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷപ്പെടുത്താതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. 270 കീർത്തനം നാം പാടുന്ന സമയത്ത് നമ്മുടെ സ്തോത്രദാനങ്ങൾ നമുക്ക് സമർപ്പിക്കാം. നിന്നീടിൻ യേശുവിനായി ആരംഭിക്കുന്ന 270 കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. നമ്മുടെ ദാനങ്ങളെയും നമ്മെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സകല നല്ല ദാനങ്ങളുടെയും ദാതാവായ ദൈവമേ, നിന്റെ ജനങ്ങളുടെ വഴിപാടുകളെ കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ലോകത്തിലെങ്ങും സമാധാനവും സമൃദ്ധിയും വർദ്ധിച്ചു വളരുവാൻ തക്കവിധം ഈ വഴിപാടിനെയും ഇതർപ്പിക്കുന്ന നിന്റെ ജനങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു.
ഹൃദയത്തിൽ വിശ്വാസത്തോടെ കർത്താവിന്റെ ആശീർവാദം എന്ന മുദ്ര ഏറ്റുകൊള്ളുവിൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച കാക്കുമാറാകട്ടെ. കർത്താവ് തിരുവനന്തങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. കർത്താവ് തിരുവനന്തങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള ത്രിയേകദൈവത്തിന്റെ കൃപകളും വാഴ്വുകളും അനുഗ്രഹങ്ങളും ദൈവമായ സമാധാനം ആശ്വാസവും വിടുതലും നാം എല്ലാവരോടുകൂടിയും സകല ലോകത്തിന്റെ സൗഖ്യത്തോടുകൂടിയും നന്ദിയോടുകൂടിയും എല്ലായ്പ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ. ശുശ്രൂഷയുടെ മംഗളഗാനമായി ഡോക്സോളജിയിൽ 4-ാമത്തെ പാട്ട് നമുക്ക് പാടാം. സർവാശിഷത്തിൻ താതനെ വാഴ്ത്തുവിൻ ലോകരാഘവേ. സർവശിഷത്തിൻ താതനെ വാഴ്ത്തുവിൻ ലോകരാഘവേ. വാഴ്ത്തുവിൻ സ്വർഗ്ഗസേനയും വാഴ്ത്തിൻ